ഹലോ. ഇപ്പം നമ്മൾ ലാസ്റ്റ് കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മുടെ MCQs ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ MCQ ആണ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അതിലത്തെ MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഗാനിക് കെമിസ്ട്രി നല്ല രസമുള്ളതാണ് പഠിക്കാൻ അല്ലേ. നമുക്ക് അതിലത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാർബൺ കോമ്പൗണ്ട്സ് are good conductor of electricity, are bad conductor of electricity, have strong force of attraction between their molecule, have weak force of attraction between their molecule. The correct statements are. Simple question അല്ലേ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആ കറക്റ്റ്? ഫസ്റ്റ് നോക്കാം. കാർബൺ കോമ്പൗണ്ട്സ് ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗുഡ് കണ്ടക്ടർ ആണോ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഫോൾസ് ആണ് അല്ലേ. അവരൊരു ഗുഡ് കണ്ടക്ടർ അല്ല. ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ദേ ആർ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതാണ് സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി എന്താ? ദേ ഹാവ് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദെയർ മോളിക്യൂൾ. അട്രാക്ഷൻ ബിറ്റ്വീൻ ദെയർ മോളിക്യൂൾസ്. മോളിക്യൂൾസ് തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണോ ഉള്ളത്? ഒരു മോളിക്യൂൾസിലെ ബോണ്ടുകൾ തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ആണുള്ളത്. പക്ഷെ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ എന്താണ്? വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ. അപ്പോൾ തേർഡ് ഓപ്ഷനും റോങ് ആണ്. ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ്, അതെങ്ങനെയാണ്? വീക്ക് ആണ്. അതല്ലാണ്ട് ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ തന്നിട്ട് അതിലത്തെ ബോണ്ടിങ്ങിൽ എങ്ങനത്തെ ടൈപ്പ് ബോണ്ടാന്ന് ചോദിച്ചാൽ എന്താ? അത് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇവിടെ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആണ്, അവർ തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെയാണ്? കാർബൺ കോമ്പൗണ്ട്സ് ആർ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദെയർ മോളിക്യൂൾസ്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? 2ഉം 4ഉം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. 2ഉം 4ഉം കറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏത് വരിക? തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. കിട്ടിയോ എല്ലാവർക്കും ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The correct representation of covalent bonding in an oxygen molecule. Oxygen molecule in covalent bonding ആണ്. ഓക്സിജൻ ആറ്റം നമുക്കറിയാം. ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് O ആണ്. ഓക്സിജൻ മോളിക്യൂൾ ഈസ് O2. O2 ആണ് ഓക്സിജൻ മോളിക്യൂൾ. ആ O2ന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ ആണ്. എങ്ങനെയാണ് O2 നമ്മള് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ ഡ്രോ ചെയ്യുക? രണ്ട് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും, അത് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും O2 വരുന്നത്. അപ്പോൾ ഒരു ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും തന്നെയാണ് എന്ത് വരിക? അതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരിക. അപ്പൊ നമ്മൾ എന്താണെങ്കിലും അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? 8 ആണ് അറ്റോമിക് നമ്പർ. 8 എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? നമുക്ക് 2,6 എന്ന് എഴുതാം അല്ലെ. 2,6 അല്ലേ ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോ ഓരോ ഓക്സിജന്റെ വാലൻസ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോ ഒരു ഓക്സിജൻ നമ്മൾ എടുത്തു, അതിന്റെ വാലൻസ് ഷെല്ലിലുള്ള 6 ഇലക്ട്രോൺസിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്സിജന്റെ ചുറ്റിനും വാലൻസ് ഇലക്ട്രോണിനെ മാത്രം മാർക്ക് ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 6 ഇലക്ട്രോൺസ് ആണ് എന്തിലുള്ളത്? വാലൻസ് ഷെല്ലിലുള്ളത്. നമ്മൾ ആ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ എഴുതി. അപ്പൊ ആദ്യത്തെ ഓക്സിജന്റെ 6 ഇലക്ട്രോണിനെ എഴുതി. ഒരു ഓക്സിജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇനി എത്ര ഇലക്ട്രോണും കൂടെ വേണം? ഇവിടെ 6 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അതിന് എവിടെന്നെങ്കിലും ഒരു 2 ഇലക്ട്രോൺസിനെയും കൂടെ കിട്ടിയാലാണ് 8 ആവുള്ളൂ. 6 + 2 അല്ലേ 8. അപ്പൊ 2 ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പൊ നമ്മളുടെ സ്ട്രക്ചർ ഏതിന്റെ സ്ട്രക്ചർ? ഓക്സിജൻ മോളിക്യൂൾ. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ഓക്സിജൻ ഉണ്ട് പ്ലസ് അടുത്ത ഓക്സിജൻ. അടുത്ത ഓക്സിജനിലും ഇതുപോലെ തന്നെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ ഓക്സിജൻ, ഈ വൈറ്റ് കളറിലുള്ള ഓക്സിജനും പിങ്ക് കളറിലുള്ള ഓക്സിജനും എത്ര ഇലക്ട്രോൺ വേണം? എത്ര ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്? 6 ഇലക്ട്രോൺസ് ആണല്ലേ ഉള്ളത്. ഇനി ഇത് O2 മോളിക്യൂൾ ആയിട്ട് മാറുകയാണ്. രണ്ട് ഓക്സിജൻ ആറ്റവും എന്തിനാ ട്രൈ ചെയ്യണേ? എങ്ങനെയെങ്കിലും 8 ഇലക്ട്രോൺസ് അവർക്ക് 8 ഇലക്ട്രോൺസ് എവിടെന്നെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ആരും ഡൊണേറ്റ് ചെയ്യാൻ വില്ലിങ് അല്ല. കാരണം എന്താ? ഇപ്പോ ഈ വൈറ്റ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഓക്സിജൻ 2 ഇലക്ട്രോണിനെ ഈ പിങ്ക് ഓക്സിജന് കൊടുക്കുകയാണെങ്കിൽ പിങ്കിന്റെ കയ്യിൽ 8 ആയി. പക്ഷെ വൈറ്റ് കളറിൽ എഴുതിയ ഓക്സിജൻ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 4 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഇവിടെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ ഇവിടെ എന്ത് നടക്കും? മ്യൂച്വൽ ഷെയറിംഗ് നടക്കും. രണ്ട് ഓക്സിജനും 2 ഇലക്ട്രോൺസിനെയും കൂടെ വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ. അപ്പൊ അവരെന്ത് ചെയ്യും? 2 ഓക്സിജനും 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. നമുക്ക് നോക്കാം.
ആദ്യം വൈറ്റ് കളറിലുള്ള ഓക്സിജൻ. ഈ കളറൊക്കെ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഒരു കളർ പെൻ വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നതാ. അതിന്റെ 6 ഇലക്ട്രോൺ. അതുപോലെ തന്നെ എന്താണ് അടുത്ത ഓക്സിജൻ, അതിന്റെ വാലൻസ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺസ്. ഇനി നോക്കിയേ, ഇവർ ഇലക്ട്രോൺസിനെ മ്യൂച്വലി ഷെയർ ചെയ്യുക ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ഓക്സിജൻ എന്ത് ചെയ്തു? വൈറ്റ് കളറിലുള്ള ഓക്സിജനും പിങ്ക് കളറിലുള്ള ഓക്സിജനും കൂടെ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അങ്ങോട്ട് ഷെയർ ചെയ്തു. സർക്കിളിന്റെ കളർ മാറ്റി കൊടുക്കാം, അപ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവൂലോ. ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു ഓക്സിജന്റെ കയ്യിൽ വാലൻസ് ഷെല്ലില് 6 ഇലക്ട്രോൺ ഉണ്ട്. അടുത്ത ഓക്സിജന്റെ കയ്യിലും വാലൻസ് ഷെല്ലിൽ എന്താണ് 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഇവരിവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി രണ്ടു പേർക്കും എത്രയാണ്? 8 ഇലക്ട്രോൺസ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ രണ്ടു പേർക്കും ഇനി 2 ഇലക്ട്രോൺസ് കൂടെ വേണം. അപ്പൊ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? ഒരു മ്യൂച്വൽ ഷെയറിങ്ങിന് തയ്യാറായി. മ്യൂച്വൽ ഷെയറിങ്. അപ്പൊ നിങ്ങൾ ഇനി നോക്കിക്കേ, ആ ഗ്രീൻ കളറിലുള്ള സർക്കിൾ നിങ്ങളൊന്ന് നോക്കിയേ. ഗ്രീൻ കളറിലുള്ള സർക്കിളില് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി? വൈറ്റില് 6 ഇലക്ട്രോൺസ് ഉണ്ട്, പിങ്കില് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 6 + 2 എത്രയായി? 8 ആയല്ലോ. ഇനി ആ യെല്ലോ കളറിലുള്ള സർക്കിളിൽ നിങ്ങൾ നോക്കിയേ, പിങ്ക് കളറിൽ 6 ഇലക്ട്രോൺ ഉണ്ട്, വൈറ്റ് കളറിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അവിടെ 6 + 2 എത്രയായി? 8 ഇലക്ട്രോൺ ആയല്ലോ. അപ്പൊ രണ്ടു പേർക്കും, രണ്ട് ഓക്സിജൻ ആറ്റത്തിനും ഇപ്പോ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഒക്ടു മോളിക്യൂളിലെ രണ്ട് ഓക്സിജൻ ആറ്റത്തിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? കോവാലന്റ് ബോണ്ടിങ് ഇങ്ങനെയാണ്. രണ്ട് ഓക്സിജൻസ് തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാ? അവര് 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്സിജൻ മോളിക്യൂള് 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് രണ്ട് ഓക്സിജൻ ആറ്റത്തിന് ബിറ്റ്വീൻ ആയിട്ട് ഡബിൾ ബോണ്ട് ആണ്. ഇനി നോക്കി, ഇതിൽ കറക്റ്റ് സെറ്റ് ഏതാണെന്ന് നോക്കിക്കേ. ഇതില് എങ്ങനെയാണ്? കറക്റ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്? 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ക്രോസ് ഇട്ടിരിക്കുന്നത് ആദ്യം 6 ഇലക്ട്രോൺ ഉണ്ട്, ഡോട്ട് ഇട്ടിരിക്കുന്നത് 6 ഇലക്ട്രോൺ ഉണ്ടോ എന്ന് നോക്കാം. രണ്ടുപേർക്കും 6 ഉണ്ട്. പെയർ ചെയ്തിരിക്കുന്നത് 2 പെയർ ഓഫ് ഇലക്ട്രോണെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഓക്സിജൻ ആറ്റത്തിനും 8 ഇലക്ട്രോൺസ് വീതം വെച്ചിട്ട് വന്നു. അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ 2 ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. 2-ല് എത്രയാണ്? ഈ ഫസ്റ്റ് ഓക്സിജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺസ് ക്രോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് എത്ര എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 6 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. അപ്പൊ 7 ഇലക്ട്രോൺസിന് മാർക്ക് ചെയ്താൽ ശരിയാവില്ല. ഇനി അടുത്തതിൽ എന്താണ്? 1 2 3 4 5 6 6 ആണ്. ഡോട്ട് ഇട്ടിരിക്കുന്നത് 6 ഇലക്ട്രോൺ തന്നെ. പക്ഷെ കംപ്ലീറ്റ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 6 + 1 ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. 1 ഇലക്ട്രോണിന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാ വന്നത്? 6 + 1 7 മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഓക്സിജന് 7 ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഫസ്റ്റ് ഓക്സിജന്റെ ഇലക്ട്രോൺ നോക്കുക. 1 2 3 4 5 ക്രോസ് ഇട്ടിരിക്കുന്ന എത്രയാണുള്ളത്? 5 ആണല്ലേ ഉള്ളത്. നമ്മുടെ ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാ പറഞ്ഞത്? 6 ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പൊ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവർ 5 ഇലക്ട്രോൺസിനെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? വാലൻസ് ഷെല്ലിൽ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ആ റെപ്രസെന്റേഷനും റോങ് ആണ്. നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യേണ്ടത് എന്താ? വാലൻസ് ഷെല്ലിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺസും കൂടെ ഇനി വേണമെന്ന് നോക്കുക. അത്രയും ഇലക്ട്രോൺസിനെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇവിടെ വൈറ്റ് കളറിലെ ഫസ്റ്റ് ഓക്സിജന്റെ 2 ഇലക്ട്രോണും സെക്കൻഡ് ഓക്സിജന്റെ 2 ഇലക്ട്രോൺസും കൂടിയാണ് ഷെയറിംഗിൽ വരുന്നത്. ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഷെയറിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഫസ്റ്റ് 1 ആണ് നമ്മുടെ ആൻസർ. 2 ഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സ്. അങ്ങനെ ചോദിക്കാം. ഓക്സിജൻ മോളിക്യൂളിൽ എത്ര നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്ന്. എത്ര നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സാ? 2 ഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? രണ്ട് ഓക്സിജൻ മോളിക്യൂൾസിന് ബിറ്റ്വീൻ ആയിട്ട് ഏത് ബോണ്ട് ആണെന്ന്, സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ, ഏത് ബോണ്ട് ആണെന്ന്. അപ്പൊ രണ്ട് ഓക്സിജൻ മോളിക്യൂളിന് ബിറ്റ്വീൻ ആയിട്ട് 2 ഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സ് അല്ലേ ഉള്ളത്. അതായത് 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് ബിറ്റ്വീൻ ആയിട്ട് എത്ര ബോണ്ട് വരും? 2 ബോണ്ട്സ് വരും. അതായത് രണ്ട് ഓക്സിജന് ബിറ്റ്വീൻ ആയിട്ട് ഡബിൾ ബോണ്ട്സ് ആണെന്ന്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേർഡ്സിലും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇനി അടുത്തത് നോക്കാം. ദ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾ. ക്ലോറിൻ മോളിക്യൂളിന്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നമുക്കറിയാം. ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ക്ലോറിൻ മോളിക്യൂൾ ഈസ് Cl2.
അപ്പൊ രണ്ട് ക്ലോറിൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ Cl2ന്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം എന്തറിഞ്ഞിരിക്കണം? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. 17 ആണ്. അതായത് ക്ലോറിനിൽ 17 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്കും എങ്ങനെയാ വരിക? 287. ഏത് ക്ലോറിൻ എടുത്താലും ക്ലോറിൻ ആറ്റം ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 287 ആണ്. ഇപ്പൊ വാലൻസ് ഷെല്ലില് ക്ലോറിൻ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 7 ഇലക്ട്രോൺസ് ആണല്ലേ ഉള്ളത്. ക്ലോറിൻ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ അവർക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 8 ഇലക്ട്രോൺസ് ആക്കണമെങ്കിൽ, വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കണമെങ്കിൽ ഇനി എത്ര ഇലക്ട്രോൺ കൂടെ വേണം? 8 ആക്കണമെങ്കിൽ 8 - 7 എന്ന് പറഞ്ഞാൽ എത്ര? 1 അല്ലേ. അപ്പൊ 1 ഇലക്ട്രോണിനെയും കൂടെ എവിടെന്നെങ്കിലും കിട്ടിയാലാണ് ക്ലോറിൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുവോ? ഇപ്പോ ഈ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുവാണെങ്കിൽ ഈ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്ലോറിൻ ഡൊണേറ്റ് ചെയ്യുവോ? ഇല്ല. കാരണം എന്താ? ഈ ക്ലോറിന് 7 ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. ഒരെണ്ണവും കൂടെ വന്നാൽ, ഒരെണ്ണവും കൂടെ ഇതിന്റെ അടുത്തേക്ക് വന്നാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. ഈ ക്ലോറിനും 7 ഇലക്ട്രോൺസ് തന്നെയാണ് വാലൻസ് ഷെല്ലിലുള്ളത്. ഒരു ഇലക്ട്രോണും കൂടെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 8 ഇലക്ട്രോൺ ആവും. രണ്ടു പേർക്കും ഒരു ഇലക്ട്രോൺ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 8 ഇലക്ട്രോൺ ആവും. അതുകൊണ്ട് ആരും ഡൊണേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവര് മ്യൂച്വലി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ക്ലോറിന്റെ വാലൻസ് ഷെല്ലില് 7 ഇലക്ട്രോൺ. ഓക്കെ. അടുത്ത ക്ലോറിന്റെ വാലൻസ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺ തന്നെ? 7 ഇലക്ട്രോൺ. രണ്ടു പേർക്കും 8 ആകാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോണും കൂടെ വേണം? ഒരു ഇലക്ട്രോണും കൂടെ വേണം. അപ്പൊ അവർ രണ്ടുപേരും കൂടെ എത്ര ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യും? 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. നമുക്ക് വരച്ചു നോക്കാം. ഞാൻ ഗ്രീൻ കളറിൽ ആദ്യത്തെ ക്ലോറിന്റെ വൈറ്റിൽ മാർക്ക് ചെയ്ത ക്ലോറിന്റെ ഇലക്ട്രോൺസിന് ഞാൻ ഗ്രീൻ കളറിൽ സർക്കിളിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോ ആ ക്ലോറിൻ എത്ര ഇലക്ട്രോൺസ് ആയി? ഇപ്പോ 7 ഇലക്ട്രോൺ ആ ക്ലോറിന്റെ കയ്യിലുള്ള സ്വന്തം ഇലക്ട്രോണും പിന്നെ പിങ്ക് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോൺ. അപ്പൊ 7 + 1 എത്രയായി? 8 ഇലക്ട്രോൺ ആയി. ഇനി പിങ്ക് കളറിലെ ക്ലോറിനോ? അവർക്കും എന്താണ്? രണ്ടു പേരും കൂടെ ഷെയർ ചെയ്യണം. ഒരാൾ മാത്രമല്ലല്ലോ, രണ്ടു പേരുടെ ഓരോ ഇലക്ട്രോൺസ് ആണ് ഷെയറിംഗിൽ വന്നിരിക്കുന്നത്. അപ്പോ ആ ക്ലോറിനും എത്രയായി? 8 ഇലക്ട്രോൺസ് ആയി. ഇവിടെ രണ്ട് ക്ലോറിന് ബിറ്റ്വീൻ ആയിട്ട് ഏത് ബോണ്ട് ആയിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കോ, ഡബിൾ ബോണ്ട് ആയിരിക്കോ, ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കോ? അതറിയാനായിട്ട് എന്ത് നോക്കിയാൽ മതി? ഈ ഏരിയ നോക്കിയാൽ മതി. ഈ ഏരിയയിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്? ഓൺലി 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസിന് മാത്രമേ രണ്ട് ക്ലോറിനും കൂടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഒരു ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോൺസ് വേണം. 2 ബോണ്ട് ആണെങ്കിൽ 4 ഇലക്ട്രോൺസ്. 3 ബോണ്ട് ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 6 ഇലക്ട്രോൺസ് വേണം. ഇവിടെ 2 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ക്ലോറിനും ബിറ്റ്വീൻ ആയിട്ട് ഏത് ബോണ്ട് വരും? സിംഗിൾ ബോണ്ട് വരും. നമ്മുടെ ഓക്സിജന്റെ കേസിൽ എങ്ങനെയായിരുന്നു? ഇവർ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് എങ്ങനെയാണ്? 2 പെയർ ഓഫ് ഇലക്ട്രോൺസിന് ഷെയർ ചെയ്തു. അതുകൊണ്ടാണ് ആ ഓക്സിജന് ബിറ്റ്വീൻ ആയിട്ട് എന്ത് വന്നിരിക്കുന്നത്? ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഇതിന്റെ റെപ്രസെന്റേഷൻ എഴുതാൻ ചോദിക്കാം, വരയ്ക്കാൻ ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ബോണ്ട് ഏതാണെന്ന് ചോദിക്കാം, നേച്ചർ ഓഫ് ബോണ്ട് ഏതാണെന്ന് ചോദിക്കാം. എങ്ങനെയൊക്കെ ചോദിച്ചാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എത്ര ഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ഇവിടെ ഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സ് ആണെങ്കിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺ. 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. ഷെയർഡ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1 പെയർ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 2 ഇലക്ട്രോൺസ്. അപ്പൊ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം, നമ്മൾ അതിനനുസരിച്ച് ആൻസർ എഴുതിയാൽ മതി. കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ഇതിന്റെ ആൻസർ ഇതിൽ ഏത് വരും നോക്കിയേ. വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ് ക്ലോറിന്റെ ഉള്ളത്. അപ്പൊ 7 ഉള്ളത് നോക്കുക. ഇതിൽ ക്രോസ് ഇട്ടിരിക്കുന്ന എത്രയാണ്? 2, 4, 6, 8. അപ്പൊ ഓരോ ക്ലോറിന്റെ 8 ഇലക്ട്രോൺസിനെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതല്ല അല്ലെ. ഈ ക്ലോറിന്റെ ഫസ്റ്റ് ക്ലോറിൻ ക്രോസ് മാർക്ക് ഇട്ടിരിക്കുന്നത് അതിന്റെ ഇലക്ട്രോൺസ് ആണ്. അവിടെ എത്രയാണ്? 3 + 1, 4, 6, 8. ഇവിടെ 8 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല. ഇനി ഇതിൽ നോക്കുക. 2, 4, 6, 7. ഇവിടെ ഫസ്റ്റ് ക്ലോറിന് 7 ഇലക്ട്രോൺ, സെക്കൻഡ് ക്ലോറിൽ 2, 4, 6, 7. സെക്കൻഡ് ക്ലോറിന് 7 ഇലക്ട്രോൺ. രണ്ടുപേർക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് 1 ഇലക്ട്രോണിനെയും കൂടെ വേണം. അതുകൊണ്ട് അവർ 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. അതുകൊണ്ട് ഏതാണ് കറക്റ്റ്? തേർഡ് ആണ് കറക്റ്റ്. ഫോർത്ത് എങ്ങനെയാന്ന് നോക്കാം. ഫോർത്തിൽ എത്രയാണ്? 2, 4, 6. ഫസ്റ്റ് ക്ലോറിന്റെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ കൊടുത്തിട്ടുള്ളൂ? 6 ഇലക്ട്രോണിനെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതും ആവില്ല. അപ്പൊ നമ്മുടെ ആൻസർ നമ്മൾ പറഞ്ഞു ഏതാ? തേർഡ് ആണ് ആൻസർ.
ഇവിടെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നേരെ വരയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനെ താഴെ താഴെയായിട്ട് വരയ്ക്കാം. എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ആ രണ്ട് സർക്കിളും കൂടെ ജോയിൻ ചെയ്യണതിന് ബിറ്റ്വീൻ ആയിട്ട് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. നേരെയോ താഴേക്കായിട്ടോ എങ്ങനെ വരച്ചാലും ഒരു കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിയേ, അസേർഷൻ റീസൺ. ഫസ്റ്റ് അസേർഷൻ എന്താണ്? കാർബൺ ഹാസ് എ സ്ട്രോങ് ടെൻഡൻസി ടു എയ്തർ ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ ടു അറ്റൈൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. റീസൺ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഹാസ് 4 ഇലക്ട്രോൺ in its outermost shell and it has tendency to share electrons with carbon or other elements. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യോ അല്ലെങ്കിൽ റിലീസ് ചെയ്യോ ചെയ്തിട്ട് പെട്ടെന്ന് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനിൽ കാർബൺ മാറുന്ന. റീസൺ പറഞ്ഞിരിക്കുന്നത് കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് അത് എന്താണ്, അതിന് എന്തിനുള്ള ടെൻഡൻസി ആണുള്ളത്? ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത്. അസേർഷന് റീസണുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴി എന്താ ഫോം ചെയ്യുക? കോവാലന്റ് ബോണ്ട്. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വഴി അയോണിക് ബോണ്ടും ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ എന്ന് പറയുന്നത്. നമുക്കറിയാം കാർബണിന്റെ വാലൻസ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ കോൺഫിഗറേഷൻ എത്ര വരും? 2 4 എന്ന് വരും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഇലക്ട്രോൺസ് ഉള്ള ഒരാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാൻ 4 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാം. രണ്ടും ഒരു ഈക്വൽ സ്ട്രെങ്ത് ആണല്ലേ ഉള്ളത്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യോ റിലീസ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം. 4 തന്നെയല്ലേ ഉള്ളത്. അപ്പൊ 4 ആയതുകൊണ്ട് കാർബൺ എന്താണ് കൂടുതലും ചെയ്യുക? കാർബൺ അവിടെ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യാണ് ചെയ്യുക. മ്യൂച്വൽ ഷെയറിംഗ് ആണ് നടക്കുക. അതല്ലാണ്ട് കാർബൺ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ ചെയ്യുന്നില്ല. എന്ത് ചെയ്യും? കാർബൺ അവിടെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നത്. കോവാലന്റ് ബോണ്ട് ആണ് ഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പോ അസേർഷൻ പറഞ്ഞിരിക്കുന്നത് റോങ് അല്ലേ? കാർബണിന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ടെൻഡൻസി ഇല്ല. റിലീസ് ചെയ്യുകയാണെങ്കിൽ 4 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണത്തിനൊന്നും പോരാ, 4 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അതിനുള്ള ഒരു സ്ട്രോങ് ടെൻഡൻസി ആർക്കില്ല? നമ്മുടെ കാർബണില്ല. റീസൺ എന്താണ്? കാർബൺ ഹാസ് 4 ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ഔട്ടർമോസ്റ്റ് ഷെൽ ആൻഡ് ഹാസ് ദ ടെൻഡൻസി ടു ഷെയർ ഇലക്ട്രോൺസ് വിത്ത് കാർബൺ ഓർ എലമെന്റ്സ്. അതെന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഏത് വരും? എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ളത് കാരണം കാർബൺ എന്തിനാ ട്രൈ ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഇലക്ട്രോൺസിന് ഷെയർ ചെയ്തിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യിപ്പിക്കാനാണ് കാർബൺ ട്രൈ ചെയ്യുക. ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? Given below are the structure of some hydrocarbons. Select the 2 structures which are related to each other from the given options. Given options A എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് A. ആണ് B. ഇനി C. ഇതാണ് C. ലാസ്റ്റ് വൺ ക്ലിയർ ആവുന്നില്ലല്ലോ. ഞാനൊന്ന് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ലാസ്റ്റ് വൺ ക്ലോറിൻ ആണ്. ക്ലോറിൻ, കാർബൺ,
ഇതാണ് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഗിവൺ ബിലോ ആർ ദ സ്ട്രക്ചേഴ്സ് ഓഫ് സം ഹൈഡ്രോകാർബൺ. സെലക്ട് ദ 2 സ്ട്രക്ചേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. 2 സ്ട്രക്ചേഴ്സ്, ഇതിൽ നിന്ന് സെയിം ആയിട്ടുള്ള 2 സ്ട്രക്ചേഴ്സ്, എന്തെങ്കിലും സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള 2 സ്ട്രക്ചേഴ്സ് സെലക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇതില് ഫസ്റ്റ് വണ്ണില് എത്ര കാർബൺ ഉണ്ട്? എയില് 1 2 3 4, C4 ആണ്. ഹൈഡ്രജൻ നമ്പർ എത്രയാണ്? ഇവിടെ 3 4 5 6 7 8. C4H8 ആണ് ഫസ്റ്റ് വണ്ണിന്റെ മോളിക്കുലർ ഫോർമുല. സെക്കൻഡ് വൺ എത്രയാണ്? 4 കാർബൺ ആറ്റം C4. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. C4H10 ആണ് സെക്കൻഡ് വണ്ണിന്റെ മോളിക്കുലർ ഫോർമുല. തേർഡ് വണ്ണിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3, പിന്നെ ഇവിടെ താഴെ ഒരു കാർബൺ ഉണ്ട് 4. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം 4 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം 3 + 3 6 7 8 9 10. C4H10. ഇവിടെ ഈ ലാസ്റ്റ് വണ്ണിലോ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആറ്റം. ഹൈഡ്രജൻസ് എത്രയാണ്? 1 2 3 4 5 6 7. 7 ഹൈഡ്രജൻ ആറ്റം. പിന്നെ എന്തുണ്ട്? ഒരു ക്ലോറിൻ ഉണ്ട്. C4H7Cl. ഇനിയിപ്പോ ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതില് സ്ട്രക്ചേഴ്സ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആർ കോൾഡ് ഡിഫറെന്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ആർ കോൾഡ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എന്താണ്? ഓപ്ഷൻ ബി സി എന്നല്ല, 2 and 3 എന്നാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ABC എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അത് മാറ്റി എഴുതിക്കോളൂ. ഇത് 1, ഇത് 2 3 4. അപ്പൊ 2 ഉം 4 ഉം എന്താണ്? സെയിം മോളിക്കുലർ ഫോർമുലയാണ് ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്ട്രക്ചറൽ ഐസോമേഴ്സ്. അപ്പൊ ആരാണ് സെയിം ആയിട്ട് പ്രോപ്പർട്ടി ഉള്ള 2 ഉം 3 ഉം? ഓപ്ഷൻ 3. സെലക്ട് ദ 2 സ്ട്രക്ചേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. രണ്ടുപേരും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? സെയിം മോളിക്കുലർ ഫോർമുലയാണ് രണ്ടുപേർക്കും ഉള്ളത് ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ആണ്. അതായത് ഡിഫറെന്റ് മോളിക്യൂൾ ആണ്, അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറെന്റ് ആണ്. പക്ഷെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. 2 and 3 ആർ സ്ട്രക്ചറൽ ഐസോമേഴ്സ്. സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ഫ്രം ദ ഫോളോയിങ് എ ഹൈഡ്രോകാർബൺ ഹാവിംഗ് 1 കാർബൺ ബോണ്ട് and 1 കാർബൺ ട്രിപ്പിൾ ബോണ്ട്. കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഏതിനൊക്കെയാണെന്ന് അപ്പൊ ഓരോന്നിന്റെ സ്ട്രക്ചർ വരച്ചു നോക്കണം. ബെൻസീനിൽ എന്താണുള്ള? ബെൻസീന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ബെൻസീൻ എന്ന് പറയുന്നത് ഇതാണല്ലേ. ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ആൾ ഇതാണ്. ഇതിൽ എത്ര സിംഗിൾ ബോണ്ട്? കാർബൺ സിംഗിൾ ബോണ്ടും കാർബൺ ഡബിൾ ബോണ്ടും ആണ്. ഇപ്പൊ ഇതിലൊക്കെ ഹൈഡ്രജൻ ഉണ്ട്, അതിനെ നമ്മൾ വരച്ചിട്ടില്ല. കാർബൺ സിംഗിൾ ബോണ്ട് ബെൻസീനിൽ എത്രയുള്ളത്? സിംഗിൾ ബോണ്ട്സ് എത്രയാ? ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് 1 2 3 സിംഗിൾ ബോണ്ട്സ് ഉണ്ട്. ഇനി എത്ര ഡബിൾ ബോണ്ട്സ് ഉണ്ട്? 1 2 3. അതും എത്രയാണ്? 3 ഡബിൾ ബോണ്ട്സ്. ഇവിടെ ബെൻസീനില് സിംഗിൾ ബോണ്ട് 3 ഉം ഡബിൾ ബോണ്ട് 3 ഉം ആണ് വരുന്നത്. അപ്പൊ ബെൻസീൻ അല്ല. നെക്സ്റ്റ് വൺ സൈക്ലോഹെക്സെയിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. വെറും ഹെക്സെയിൻ അല്ല, സൈക്ലോഹെക്സെയിൻ ആണ്. 6 കാർബൺ ആറ്റത്തിന് സൈക്ലിക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നോക്കിയേ 1 2 3 4 5 6 കാർബൺ ആറ്റംസ് സൈക്ലിക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ കാർബൺ ആറ്റത്തിന്റെ എല്ലാവരുടെയും കൂടെ 2 ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല, ആര് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. എത്ര കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട്? 6 കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡബിൾ ബോണ്ട് ഇല്ല, അതുകൊണ്ട് ഇതുമല്ല. ഇനി ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? ബ്യൂട്ട് എന്ന് പറയുമ്പോ 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ബ്യൂട്ടൈൻ ഒരു കാർബൺ ആറ്റം എന്താണ്? അയിൻ ആണ്. അയിൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇനി നമുക്ക് ഹൈഡ്രജൻസ് എണ്ണ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ 3 ഹൈഡ്രജൻ, സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ എത്ര വരും? വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരു കാർബണിന്റെ ചുറ്റും എപ്പോഴും 4 ബോൺസേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ ഇട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? കാർബൺ ബോൺസിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ എത്ര സിംഗിൾ ബോണ്ട് ഉണ്ട്? 1 2. കാർബൺ സിംഗിൾ ബോണ്ടിന്റെ നമ്പർ എന്ന് പറയുന്നത് കാർബൺ സിംഗിൾ ബോണ്ടിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര? 2 ആണ്. കാർബൺ ട്രിപ്പിൾ ബോണ്ടിന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയാണ്?
1 ആണ്. 2ഉം 1ഉം ആണല്ലേ വന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 1ഉം 1ഉം ആണ്. അപ്പൊ അതുമല്ല. അപ്പൊ എന്താണെങ്കിലും ഓപ്ഷൻ എന്തായിരിക്കും? പ്രൊപ്പൈൻ ആയിരിക്കും. പ്രൊപ്പൈൻ്റെ നമുക്കൊന്ന് സ്ട്രക്ചർ വരച്ച് നോക്കാം. പ്രൊപ്പ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ? 3 കാർബൺ. അതില് പ്രൊപ്പൈൻ ആണ്, ഒരു കാർബൺ എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്. ഹൈഡ്രജൻ ഇട്ട് കൊടുക്കേണ്ട കാർബൺ കാർബൺ ബോണ്ട് അല്ലേ ചോദിച്ചിട്ടില്ലേ? അത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. 1 കാർബൺ കാർബൺ ബോണ്ട്. ഇനി എത്ര കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്? അതും എത്ര തന്നെ? 1 തന്നെ. അപ്പൊ ഏത് വരും നമ്മുടെ ആൻസർ? 4th ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് പ്രൊപ്പൈൻ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. പ്രൊപ്പൈൻ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ്. ആരൊക്കെയാണ്? നമ്പർ ഓഫ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് ബെൻസീൻ റെസ്പെക്റ്റീവ്ലി. എത്ര സിംഗിൾ ബോണ്ട്സും എത്ര ഡബിൾ ബോണ്ട്സും ഉണ്ടെന്ന്. അപ്പൊ ബെൻസീന്റെ സ്ട്രക്ചർ ആദ്യം നമ്മൾ വരയ്ക്കണം. C6H6 ആണ് മോളിക്കുലാർ ഫോർമുല. അപ്പൊ 6 കാർബൺ. ഓൾട്ടർനേറ്റ് പൊസിഷനിൽ എന്തുണ്ട്? ഹൈഡ്രജൻസ് ഉണ്ട്. ഓൾട്ടർനേറ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്സ് ഉണ്ട്. എല്ലാ കാർബൺ ആറ്റത്തിലും എന്തുണ്ട്? ഓരോ ഹൈഡ്രജൻസും ഉണ്ട്. ഇപ്പോഴല്ലേ C6H6 ആവുന്നത്. ഇനി ഇതില് നമ്പർ ഓഫ് സിംഗിൾ ബോണ്ട്സും ഡബിൾ ബോണ്ട്സും ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര സിംഗിൾ ബോണ്ട്സും എത്ര ഡബിൾ ബോണ്ട്സും ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. ഇത്ര മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. എത്ര സിംഗിൾ ബോണ്ട്സോ എത്ര ഡബിൾ ബോണ്ട്സും ഉണ്ട്? എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ. എത്രയാണ് കൗണ്ട് ചെയ്താൽ? എല്ലാ ബോണ്ടും വരച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് സിംഗിൾ ബോണ്ട്സ്, കാർബൺ 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 ഹൈഡ്രജൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് സിംഗിൾ ബോണ്ട്സും ഡബിൾ ബോണ്ട്സും ആണ്. അപ്പൊ സിംഗിൾ ബോണ്ട്സ് എല്ലാം നമ്മൾ കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 9. അപ്പൊ സിംഗിൾ ബോണ്ട്സിന്റെ നമ്പർ എത്രയാണ്? സിംഗിൾ ബോണ്ട്സ് എന്ന് പറയുന്നത് 9 ആണ്. ഇനി എന്ത് നമുക്ക് നോക്കണം? ഡബിൾ ബോണ്ട്സ് നോക്കണം. ഡബിൾ ബോണ്ട് എവിടെ? 1 2 3. ഡബിൾ ബോണ്ടിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. സിംഗിൾ ബോണ്ട് 9ഉം ഡബിൾ ബോണ്ട് 3ഉം. 9 and 3 ഓപ്ഷൻ 2. 3 and 9 എഴുതിയാൽ തെറ്റിപ്പോവും. സിംഗിൾ ബോണ്ട് ആൻഡ് ഡബിൾ ബോണ്ട് റെസ്പെക്റ്റീവ്ലി എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സിംഗിൾ ബോണ്ട്സ് 9 ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യാണ് ഏതൊക്കെ ടൈപ്പ് സിംഗിൾ ബോണ്ട്സ് ഇവിടെ ഉണ്ട്. നമ്മൾ സ്പെസിഫൈ ചെയ്യുക ഏതൊക്കെയുണ്ട്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടും ഉണ്ട്, കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്സും ഉണ്ട്. ഇതിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്സ് എത്രയുള്ളത്? 3 ആണുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്സ് മാത്രം എത്രയാണ് വന്നിരിക്കുന്നത്? 1 2 3 4 5 6. കാർബണോ ഹൈഡ്രജനോ ആയിട്ടുള്ള സിംഗിൾ ബോണ്ട്സ് 6 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സിംഗിൾ ബോണ്ട്സ് ആണ് എത്ര? 9 എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിലൊന്നും സ്പെസിഫൈ ചെയ്യാത്ത കാരണം നമ്മൾ എന്താ കൗണ്ട് ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് സിംഗിൾ ബോണ്ട്സിന് വേണം കൗണ്ട് ചെയ്യാൻ. അതല്ല കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്സ് ആൻഡ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്സ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ കേട്ടോ. ഏതാണോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അത് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ടോട്ടൽ നമ്പർ ഓഫ് സിംഗിൾ ബോണ്ട്സ് 9 ആൻഡ് ഡബിൾ ബോണ്ട്സ് 3. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് 3 ആൻഡ് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് 6. ഓക്കെ. Next one, which one of the following properties of carbon is not responsible for its formation of large number of compounds? Which one of the following properties of carbon is not responsible for its formation of large number of compounds? ഏത് വരും ആൻസർ? ടെട്രാവാലൻസി, ഐസോമെറിസം, അലോട്രോപ്പി, കാറ്റനേഷൻ. ഏതാണ്? ഏതാണ് ആൻസർ വരുന്നത്? The properties of carbon is not responsible for its formation of large number of compound is allotropy. Allotropic form of carbons ഏതൊക്കെയായിരുന്നു? ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഡയമണ്ട്, ഇതെല്ലാം കാർബണിന്റെ അലോട്രോപിക് ഫോം ആണ് അല്ലെ. അവിടെ എന്താണ്? കാർബൺ ആറ്റംസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത അലോട്രോപ്പി ഓഫ് കാർബൺ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് ഫോർമേഷൻ ഓഫ് large number of compounds. Allotropy is defined as a phenomena of existence of an element in 2 or more forms which have different physical properties but identical chemical properties. നമ്മൾ കാർബൺ അലോട്രോപ്സിനെ കണ്ടു.
ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറീൻ, ഇതൊക്കെയാണ് കാർബണിന്റെ അലോട്രോപ്സ്. എല്ലാത്തിലും എന്താ? കാർബൺ തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ സ്ട്രക്ചർ ഓഫ് 3 cyclic carbon compounds A, B and C given below and select the correct option from the following. A, B, C. 3 പേരെ കണ്ടല്ലോ. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന്? A and C are isomers of hexane. B is benzene. അടുത്തത്, A is an isomer of hexane, B is benzene, C is an isomer of hexene. Next one, A is a saturated cyclic hydrocarbon, B and C are unsaturated cyclic hydrocarbons. Next one, A is cyclohexane and B and C are isomer of benzene. ഇതില് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആദ്യത്തെ എന്താ തന്നിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ്, എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6. 6 കാർബൺ ആണ്, സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഇത് ഏതാണ്? സൈക്ലോഹെക്സെയിൻ ആണ്. സൈക്ലോഹെക്സെയിന്റെ ഫോർമുല എന്താ? C6. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഓരോ കാർബൺ ആറ്റത്തിലും 2 ഹൈഡ്രജൻസ് വീതം ഉണ്ട് അല്ലെ. C6H12 ആണ് എന്തിന്റെ മോളിക്കുലർ ഫോർമുല? സൈക്ലോഹെക്സെയിന്റെ മോളിക്കുലർ ഫോർമുല. നെക്സ്റ്റ് വൺ ഏതാ? എത്ര കാർബൺ ഇവിടെ ഉണ്ട്? 1 2 3 4 5 6. 6 കാർബണും ഓൾട്ടർനേറ്റ് പൊസിഷനിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ടും ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? അത് നമ്മുടെ ബെൻസീൻ ആണ്. ബെൻസീനില് ടോട്ടൽ 6 കാർബൺ ആറ്റം, ഓരോ കാർബൺ ആറ്റത്തിലും ഓരോ ഹൈഡ്രജൻ. ഫോർമുല, മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ ഈസ് C6H6. നെക്സ്റ്റ് വന്നിരിക്കുന്നതിൽ എത്ര കാർബൺ തന്നെയാണുള്ളത്? 1 2 3 4 5 6. 6 കാർബൺ ഉണ്ട്. അതില് ഓപ്പോസിറ്റ് ആയിട്ട് 2 ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. 3 ഡബിൾ ബോണ്ട്സ് ഇല്ല, 2 ഡബിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര ഹൈഡ്രജൻ ഉള്ളത്? സിംഗിൾ ബോണ്ട് ഉള്ള കാർബണാറ്റത്തിൽ 2 ഹൈഡ്രജൻസും ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് എത്രയാണ്? 1 ഹൈഡ്രജൻസ് വീതമാണ് ഉള്ളത്. അപ്പൊ എത്ര എണ്ണായി? 8 ഹൈഡ്രജൻസ് ആയി. C6H8. അപ്പോ ഒരാള് C6H12 ആണ്, അടുത്തയാള് C6H6 ആണ്, നെക്സ്റ്റ് C6H8 ആണ് വരുന്നത്. ഇതില് ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടായി A and C are isomer of hexane. ഹെക്സൈൻ്റെ ഐസോമർ ആണ് എയും സിയും എന്ന് പറയുന്നത്. ഇനി ഹെക്സൈൻ്റെ മോളിക്കുലർ ഫോർമുല എന്താ? ഹെക്സൈൻ. സൈക്ലോഹെക്സൈൻ അല്ല, വെറും ഹെക്സൈൻ. ഹെക്സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല കാണുന്നത്? CnH2n+2 ആണ് അല്ലേ. സി ഹെക്സ് എന്ന് പറയുമ്പോൾ 6 ആണ്. C6H 2 × 6+2. അപ്പോ ഹെക്സൈൻ്റെ മോളിക്കുലർ ഫോർമുല C6H14. C6H14 ആണ് ഹെക്സൈൻ. സൈക്ലോഹെക്സൈൻ വരുമ്പോൾ അതിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് കുറവാണ്, C6H12 ആണ്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? C6H8 ആണ്. അപ്പൊ എയും സിയും ഐസോമർ ആണെന്ന് പറയാൻ പറ്റുമോ? അവർ ഐസോമർ അല്ല. ഐസോമർ ആണെങ്കിൽ എന്ത് വേണം അവർക്ക്? സെയിം മോളിക്കുലർ ഫോർമുല വേണം. ഡിഫറെന്റ് മോളിക്കുലർ ഫോർമുലയാണ്. അതുകൊണ്ട് എയും സിയും ഒരിക്കലും ഐസോമർ ആവില്ല. അവർ ഐസോമർ ആണെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഹെക്സൈൻ്റെ ഐസോമർ ആവോ ഇല്ലയോ എന്ന്. ഇത് ഹെക്സൈൻ്റെ ഐസോമർ അല്ല, എയും സിയും എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് അല്ല. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഈസ് ആൻ ഐസോമർ ഓഫ് ഹെക്സൈൻ. ഹെക്സൈൻ്റെ ഐസോമർ എ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെക്സൈൻ്റെ മോളിക്കുലർ ഫോർമുല C6H14 ആണ്. എയുടെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? C6H12 ആണ്. ഡിഫറെന്റ് മോളിക്കുലർ ഫോർമുല അല്ലേ. ഡിഫറെന്റ് മോളിക്കുലർ ഫോർമുല ആണെങ്കിൽ അവർ ഐസോമേഴ്സ് ആവുമോ? അവരും ഐസോമേഴ്സ് അല്ല. അപ്പൊ ഓപ്ഷൻ 2 റോങ് ആണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ 3, A is a saturated cyclic hydrocarbon. A is a saturated cyclic hydrocarbon. A സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൈക്ലിക് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ആണെന്ന്. എന്താണ് ഈ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മയുണ്ടോ? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ എന്താണുള്ളത്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ they have കാർബൺ സിംഗിൾ ബോണ്ട്സ്. എല്ലാ കാർബൺ സിംഗിൾ ബോണ്ട്സും എല്ലാ കാർബൺ ബോണ്ട്സും സിംഗിൾ ബോണ്ട്സ് ആണെങ്കിൽ അവരെന്തായിരിക്കും? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും. കാർബൺ സിംഗിൾ ബോണ്ട്സ് ഉണ്ടാവണം. അപ്പൊ ഫസ്റ്റ് വണ്ണിൽ നോക്കുമ്പോൾ എല്ലാ കാർബൺ ബോണ്ടും എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ സാച്ചുറേറ്റഡ് ആണ്. ഇനി സൈക്ലിക് ആണോ? സൈക്ലിക് അല്ലേ ഓപ്ഷൻ എ?
സൈക്ലിക് ആണ്, അതും കറക്റ്റ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോ കാർബൺ ആണ്, അത് കറക്റ്റ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കുക, ബി ആൻഡ് സി, ബിയും സിയും കമ്പയർ ചെയ്യുക. ആർ അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോ കാർബൺ, ബിയും സിയും അൺസാച്ചുറേറ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൺസാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോൺസ് ഉള്ളവർ അൺസാച്ചുറേറ്റഡ് ആണ്. ബിയിലും സിയിലും മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇവര് അൺസാച്ചുറേറ്റഡ് ആണ്. സൈക്ലിക് ആണ്, അതുകൊണ്ട് ഏത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് പറയാ, ഓപ്ഷൻ 3 കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. എ ഈ സൈക്ലോഹെക്സൈൻ, എ സൈക്ലോഹെക്സൈൻ ആണ്, അത് കറക്റ്റ് ആണ്. ബി ആൻഡ് സി ആർ ഐസോമേഴ്സ് ഓഫ് ബെൻസീൻ, ബിയും സിയും ഐസോമേഴ്സ് ആണെന്ന് ബെൻസീന്റെ. ബി എന്ന് പറയുന്ന സ്ട്രക്ചർ ഏതാണ്, ബെൻസീൻ ആണ്, C6H6. ഇനി സി എന്ന് പറഞ്ഞ സ്ട്രക്ചർ എന്താ, ബെൻസീൻ ആണോ, അതിന് ബെൻസീൻ എല്ലാം മോളിക്കുലർ ഫോമിൽ എന്താണ്, C6H8 ആണ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് മോളിക്കുലർ ഫോമിലാണ്, അതുകൊണ്ട് ബിയും സിയും എന്താണ്, ഐസോമർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ, ഓപ്ഷൻ 3. The saturated cyclic hydrocarbons, it consists of only single bonds between carbon atom, whereas B and C contain multiple bonds between carbon atom. Multiple bonds ഉണ്ടെങ്കിൽ അത് unsaturated hydrocarbon ആണ്. Carbon multiple bonds. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഒന്ന് നോക്കിക്കേ. Question number 10. Assertion: the following are the members of homologous series. ആരൊക്കെയാണ് തന്നിട്ടുള്ളത്, CH3OH, അതായത് നമ്മുടെ മെഥനോൾ, CH3OH ഉണ്ട്. പിന്നെ അടുത്തത് ആരാണ്, CH3, CH2OH ഉണ്ട്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് CH3, CH2, CH2OH ഉണ്ട്. ഇവര് എന്താന്ന് പറഞ്ഞിട്ടുള്ളത്, ഹോമലോഗസ് സീരീസിലുള്ളതാണ്. ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിയറസ്റ്റ് മെമ്പേഴ്സിലെ ആൾക്കാരെ നമ്മൾ നിയറസ്റ്റ് മെമ്പേഴ്സിലെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ CH2ന്റെ ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ അവർ എന്തിലുള്ളതാണ്, ഹോമലോഗസ് സീരീസിലുള്ളതാണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ CH3OH ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ CH3, CH2OH. ഇവിടെ ഒരു CH2 ഗ്രൂപ്പ് അല്ലേ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ രണ്ട് മോളിക്യൂളിന്റെയും ഡിഫറൻസ്, കാർബൺ ഹൈഡ്രജൻ നമ്പറിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, CH2 കിട്ടും. ഇനി സെക്കൻഡും തേർഡും തമ്മിൽ നോക്കുക. സെക്കൻഡ് CH3, CH2OH ആണ്. തേർഡ് എന്ന് പറഞ്ഞാൽ CH3, CH2, CH2OH. ഒരു CH2 കൂടെ അഡീഷണൽ ആയിട്ട് വന്നു. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ഏതാ, ഒരു CH2 ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. രണ്ട് മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കാർബണിന്റെയും രണ്ട് ഹൈഡ്രജന്റെയും ആണ്. അതുകൊണ്ട് ഇവരെന്തായിട്ട് പറയാം, ഹോമോലോഗസ് സീരീസിലുള്ളവരാണെന്ന് പറയാം. അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ എന്താണ്, a series of compounds with the same functional group but differing by CH2 unit is called homologous series. അതല്ലേ ഇതിന്റെ ഡെഫിനിഷൻ. അപ്പോ റീസണും കറക്റ്റ് ആണ്. ഏത് വരും കറക്റ്റ് ആൻസർ ആയിട്ട്, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ is the correct explanation of the assertion. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൽക്കഹോളിന്റെ സീരീസിലുള്ള കേട്ടോ തന്നിരിക്കുന്നത്, എല്ലാ OH ഗ്രൂപ്പ് ആയത് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 11. Choose the incorrect statement about the common reaction used in hydrogenation of vegetable oils. എന്താണ്, ചാടി കയറി ആൻസർ എഴുതരുത്. ക്വസ്റ്റ്യൻ എന്താ ഉള്ളത്, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എന്തൊക്കെയാണ്, ഇറ്റ് ഈസ് ആൻ അഡീഷൻ റിയാക്ഷൻ. ഏത് റിയാക്ഷനെ കുറിച്ചാണ്, ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ. ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഹൈഡ്രജൻ ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ വരും അല്ലേ. അപ്പൊ അത് എന്ത് റിയാക്ഷൻ ആണ്, അഡീഷൻ റിയാക്ഷൻ ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ഓർ പലേഡിയം കാറ്റലിസ്റ്റ്. ഹൈഡ്രോജനേഷൻ നമ്മൾ നടത്തുമ്പോൾ എപ്പോഴും പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻ ദ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടില്
റിയാക്ട് ചെയ്യുന്ന എന്താണ്, ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ, പ്ലാറ്റിനം ഓർ പലേഡിയം കോമ്പൗണ്ട്. അപ്പൊ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്തായിട്ട് മാറും, സാച്ചുറേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താ, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ, പലേഡിയം, കാറ്റലിസ്റ്റ്. നിക്കലോ പലേഡിയോ പ്ലാറ്റിനോ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും എടുത്താൽ മതി. അപ്പൊ നിക്കലും പലേഡിയം അവർ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ പ്രൊഡക്റ്റ് കണ്ടെയ്ൻസ് ഓൺലി സിംഗിൾ ബോണ്ട്സ് ബിറ്റ്വീൻ കാർബൺ ആറ്റം. പ്രൊഡക്റ്റിൽ എങ്ങനെയാ സിംഗിൾ ബോണ്ട്, ഇവിടെ ആർ ഡബിൾ ബോണ്ട് എന്നുള്ളത് ഡബിൾ ബോണ്ട് ആവാം, അല്ലെങ്കിൽ ആർ ട്രിപ്പിൾ ബോണ്ട് ആവാം. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്തായിട്ട് മാറുക ചെയ്യുന്നത്, സാച്ചുറേറ്റഡ് ആയിട്ട് മാറുക ചെയ്യുന്നത്. അവിടെ ഹൈഡ്രജനെ നമ്മൾ കൊണ്ട് ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ബോണ്ട്സ്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള സാധനം എന്തായിട്ട് മാറും, സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ തേർഡ് ഓപ്ഷനും കറക്റ്റ് അല്ലേ. പ്രൊഡക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഹൈഡ്രോജനേഷൻ ആണെങ്കിൽ, ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഹാലോജനേഷൻ ആണെങ്കിൽ എന്താണ്, അഡീഷൻ ഓഫ് ഹാലജൻ. ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ, ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹാലജൻ ആണ്. ഇപ്പൊ ബ്രോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡീഷൻ ഓഫ് ബ്രോമിൻ. അങ്ങനെ ഓർത്തിരുന്നാൽ മതി നിങ്ങൾ. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ, ഇറ്റ് ഈസ് ആൻ അഡീഷൻ റിയാക്ഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് കാറ്റലിസ്റ്റ്. ഹൈഡ്രോജനേഷൻ നടക്കണമെങ്കിൽ ഏത് കാറ്റലിസ്റ്റാ, നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ അതല്ലാതെ ആസിഡ് കാറ്റലിസ്റ്റ് അല്ല. അപ്പൊ ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ലാസ്റ്റ് ഓപ്ഷൻ ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്, ഓർത്തിരിക്കുക. ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പൊ ആ ഹൈഡ്രജൻ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്ടന്റ് എന്തായിരിക്കണം, അൺസാച്ചുറേറ്റഡ് ആയിരിക്കണം. ഇനി എന്തിന്റെ പ്രസൻസിൽ, ഒരു കാറ്റലിസ്റ്റ് വേണം, അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് റിയാക്ഷൻ നടത്താൻ പറ്റുമോ. കാറ്റലിസ്റ്റ് ഏതാ ഹൈഡ്രോജനേഷനിലെ, നിക്കൽ, പ്ലാറ്റിനം ഓർ പലേഡിയം കാറ്റലിസ്റ്റ്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കെയിൻ ആയിരിക്കും. ആൽക്കെയിൻ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് എന്താണോ ക്വസ്റ്റ്യനിലുള്ളത് കൺസെപ്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് ആൻസർ എഴുതണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. കൺസിഡർ ദ ഫോളോയിങ് സബ്സ്റ്റൻസ്. എന്തൊക്കെ തന്നിട്ടുണ്ട് അവിടെ, അസിഡിഫൈഡ് K2Cr2O7, ആൽക്കലൈൻ KMnO4, oxygen, hydrogen. Out of this, the commonly used oxidizing agent. ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണെന്നാണ്. ഏതൊക്കെയുണ്ട്, അസിഡിഫൈഡ് K2Cr2O7, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ആൽക്കലൈൻ KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ, ഹൈഡ്രജൻ. ഇത്രയും ആൾക്കാരെയാണ് തന്നിട്ടുള്ളത്. ഔട്ട് ഓഫ് ദിസ് ദ കോമൺലി യൂസ്ഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇതിൽ ആരൊക്കെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഹൈഡ്രജൻ എന്തിനുള്ളതാണ്, ഹൈഡ്രജൻ വരുന്ന ഏതാണ്, റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഹൈഡ്രജൻ കണ്ടെയ്നിങ്, ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ, റിഡക്ഷൻ അല്ലേ നടക്കുന്നത്. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ, K2Cr2O7, KMnO4, ഓക്സിജൻ. ഈ ഓക്സിജൻ ഉള്ള ആൾക്കാരൊക്കെയാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അവരെന്ത് ചെയ്യും, അടുത്തുള്ള ആൾക്കാരെ ഓക്സിഡൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ 1, 2, 3 വന്ന ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ, ഇതൊക്കെ എന്തിന് നടക്കുന്നതാണ്, റിഡക്ഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. റെഡ്യൂസിങ് ഏജന്റിന് വേറെ എക്സാമ്പിൾ ആണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോ ഹൈഡ്രൈഡ്, ഇതൊക്കെ. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്സിഡൈസിങ് ഏജന്റ് ഡിഫൈൻ ആസ് എ സബ്സ്റ്റൻസ് വിച്ച് ഓക്സിഡൈസ് അതേഴ്സ് ആൻഡ് ഇറ്റ്സെൽഫ് ഗെറ്റ് റെഡ്യൂസ്ഡ്. ഞാൻ പറഞ്ഞു എന്താണ്, സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാനുള്ള ആൾക്കാരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഈ എടുത്തിരിക്കുന്ന ഈ ഓക്സിഡൈസിങ് ഏജന്റിന് എന്താ സംഭവിക്കുന്നത്, അവർക്ക് സ്വന്തമായിട്ട് റിഡക്ഷൻ നടക്കും, അവർ കൂടെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത്, ഓക്സിഡൈസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. റെഡ്യൂസിങ് ഏജന്റ് കൂടെയുള്ള ആൾക്കാരെ റെഡ്യൂസ് ചെയ്യിപ്പിക്കും, അവർക്ക് എന്ത് നടക്കും, ഈ റെഡ്യൂസിങ് ഏജന്റ്സിന് എന്ത് നടക്കും, ഓക്സിഡേഷൻ നടക്കും. Among the substance acidified potassium dichromate, alkaline KMnO4 and oxygen act as oxidizing agent. These substances are capable of adding oxygen to others. Oxidation എന്ന് പറഞ്ഞാൽ addition of oxygen, reduction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, removal of
ഹൈഡ്രജനുമാണ്. സോറി, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജനോ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജനുമാണ്. പല ടേംസിൽ നമുക്ക് പറയാം കേട്ടോ. റിമൂവലിന്റെ ടേമിൽ പറയാം, അഡീഷന്റെ ടേമിൽ പറയാം. അഡീഷന്റെ ടേം ആണെങ്കിൽ ഓക്സിജൻ ആഡ് ചെയ്യുന്നത് ഓക്സിഡേഷൻ, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് റിഡക്ഷൻ. അടുത്ത ഒരു അസേർഷൻ റീസൺ ആണ്. എന്താണ്? എസ്ട്രിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. എസ്ട്രിഫിക്കേഷൻ, ഇപ്പൊ നമ്മള് എസ്ട്രിഫിക്കേഷൻ നിങ്ങൾക്ക് ലാബിൽ സ്കൂളിൽ ടീച്ചർ ചിലപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തായിരുന്നു എസ്ട്രിഫിക്കേഷൻ? എസ്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എസ്ട്രിഫിക്കേഷൻ എന്ന് വിളിക്കുക. ഫോർമേഷൻ ഓഫ് ആൻ എസ്റ്റർ. എസ്റ്റർ ഫോം ചെയ്യുന്നത് എങ്ങനെ? എസ്റ്റർ ഫോം ചെയ്യുക? ഒരു ആസിഡും ആൽക്കഹോളും ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ, ഒരു കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അസിഡിക് കണ്ടീഷനിൽ അവിടെ എന്ത് ഫോം ചെയ്യും? എസ്റ്റർ ഫോം ചെയ്യും. എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്വീറ്റ് സ്മെല്ലായിരിക്കും, നല്ല ഫ്രൂട്ടി സ്മെല്ലൊക്കെ ഉള്ള സബ്സ്റ്റൻസ് ആണ് എസ്റ്റർ. അപ്പൊ എസ്റ്റർ ഫോം ചെയ്തു എന്ന് അറിയാനായിട്ട് നമ്മൾക്ക് അതിന്റെ സ്മെല്ല് നോക്കിയാൽ മതി. നല്ല സ്വീറ്റ് സ്മെല്ല്, ഫ്രൂട്ടി സ്മെല്ലൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്തു എന്ന് പറയാ? എസ്റ്റർ ഫോം ചെയ്തു എന്ന് പറയാ. അതല്ലേ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്. എസ്ട്രിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇനി റീസൺ എന്താ കൊടുത്തിരിക്കുന്നത്? when ester react with the sodium hydroxide. Sodium hydroxide എന്ന് പറഞ്ഞാൽ NaOH and alcohol, the sodium salt of carboxylic acid are obtained. അപ്പോൾ എസ്റ്റർ സോഡിയം ഹൈഡ്രോക്സൈഡും ഏതെങ്കിലും ഒരു ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് COONA അവിടെ ഫോം ചെയ്യുന്ന എന്താണ്? അതും കറക്റ്റ് ആണ്. എസ്റ്റർ സോഡിയം ഹൈഡ്രോക്സൈഡോ ആൽക്കഹോളോ ആയിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം സോൾട്ടോ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. കറക്റ്റ് ആണ്. പക്ഷെ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 1 വരുമോ 2 വരുമോ? 1ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്താ? അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പക്ഷെ ആ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണോ? എസ്ട്രിഫിക്കേഷനെ കുറിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ. എസ്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ഒരു അസിഡിക് കണ്ടീഷനിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? എസ്റ്റർ ഫോം ചെയ്യും. അതിനൊരു സ്വീറ്റ് സ്മെല്ലാണ്. എസ്റ്റർ ഫോം ചെയ്താൽ ഒരു സ്വീറ്റ് സ്മെല്ല്, ഫ്രൂട്ടി സ്മെൽ എന്നൊക്കെ നമ്മൾ പറയും. അതാണ് എസ്ട്രിഫിക്കേഷൻ പ്രോസസ്സ്. അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലല്ലോ റീസണിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഏത് വരും നമ്മുടെ ആൻസർ ആയിട്ട്? both assertion and reason are true but reason is not the correct explanation of the assertion. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, അല്ലെങ്കിൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. Ester react with the base, saponification reaction occurs. ആ റിയാക്ഷൻ എസ്റ്ററിന്റെ റിയാക്ഷൻ ആണ് സാപ്പോണിഫിക്കേഷൻ. എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ എന്താണ്? ഫോർമേഷൻ ഓഫ് എസ്റ്റർ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസ്ട്രിഫിക്കേഷൻ ആണ്, അത് ഫോർമേഷൻ ഓഫ് എസ്റ്റർ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന എസ്റ്റർ റിയാക്ട് ചെയ്യുന്നതല്ലേ, ആ റിയാക്ഷന്റെ പേര് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. അടുത്തതും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, ethanoic acid is also known as glacial acetic acid. റീസൺ കൊടുത്തിരിക്കുന്നത് the melting point of pure ethanoic acid is 290 Kelvin and hence it often freezing during winters in cold climate. അതിലെ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന്? അസേർഷൻ ethanoic acid is also known as glacial acetic acid. ethanoic ആസിഡിന്റെ ഫോർമുല എന്താണെന്നറിയോ? CH3COOH. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ 2 ആണ്. അപ്പൊ അതിനെ നമ്മൾ ethanoic ആസിഡ് എന്ന് വിളിക്കുക. ethanoic ആസിഡിന്റെ ഒരു കോമൺ നെയിം ആണ് എന്ത്? ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നുള്ളത്. ഇനി അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ethanoic acid is 290 Kelvin and hence it often freezes during winters in cold climate. റീസണും കറക്റ്റ് ആണ്. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. അപ്പൊ ഏത് വരും ആൻസർ? both assertion and reason are true and reason is the correct explanation of the assertion. Option 1 വരും നമ്മുടെ ആൻസർ ആയിട്ട് കേട്ടോ. ഓപ്ഷൻ 1. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അസർഷന് കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. റീസൺ കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടെ കൊടുത്തിരിക്കുന്നതാണ് പ്യുവർ ethanoic ആസിഡ് ഓർ അസറ്റിക് ആസിഡ്. CH3COOH ethanoic ആസിഡ് എന്ന് പറഞ്ഞു.
ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾക്ക് ഇനി എന്തെന്നാണ് വെറും അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാലും എന്താണ് CH3COH തന്നെയാണ് കോമൺ നെയിം. നമ്മുടെ വിനിഗർ ഇല്ലേ, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വിനിഗർ, അതെന്താണ് അസറ്റിക് ആസിഡ് ആണ്, CH3COOH. Below room temperature into white crystals that resembles glaciers. നെക്സ്റ്റ് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. അസേർഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അസേർഷൻ സോപ്സ് ഡു നോട്ട് ഫോം ലാദർ വിത്ത് ഹാർഡ് വാട്ടർ. റീസൺ എന്താണ് അതിന്റെ പറഞ്ഞിട്ടുള്ളത്? ഹാർഡ് വാട്ടർ ഹാസ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് വിച്ച് ഓൺ റിയാക്ടിങ് വിത്ത് സോപ്പ് ഫോംസ് കം. ഇതിൽ ഏതാണ് കറക്റ്റ്? ഹാർഡ് വാട്ടർ. നമ്മൾ ഹാർഡ് വാട്ടറും സോപ്പ് വാട്ടറും രണ്ട് ടൈപ്പ് വാട്ടർ ഉണ്ടെന്ന് അറിയാം. അതിൽ ഹാർഡ് വാട്ടർ ആണെങ്കിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? സോപ്പാണോ യൂസ് ചെയ്യുന്നത്? സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യില്ല. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡിറ്റർജൻസ് എന്തെങ്കിലും യൂസ് ചെയ്യണം. അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്. സോപ്പ് ഡു നോട്ട് ഫോം ലാദർ ഓർ സോപ്പ് ഫോം വിത്ത് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോപ്പ് എന്ത് ഫോം ചെയ്യിപ്പിക്കില്ല? ഫോം ചെയ്യിപ്പിക്കില്ല. ഡിറ്റർജന്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാർഡ് വാട്ടർ ഹാസ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് വിച്ച് ഓൺ റിയാക്ട് വിത്ത് സോപ്പ്. അപ്പോ ആദ്യം ഹാർഡ് വാട്ടറിലെ കണ്ടന്റ് നോക്കുക. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓർ മഗ്നീഷ്യം സോൾട്ട് ആണോ? ഹാർഡ് വാട്ടറിനുള്ള എന്താണുള്ളത്? കാൽഷ്യം ഓർ മഗ്നീഷ്യം സോൾട്ട് ആണ്. കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, നൈട്രേറ്റ്, അവരുടെ നൈട്രേറ്റ് ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഈ ഡിസോൾവ്, ഇനി ഇതിലേക്ക് നമ്മൾ സോപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? സോപ്പ് റിയാക്ട് വിത്ത് കാൽഷ്യം ഓർ മഗ്നീഷ്യം സോൾട്ട് ആൻഡ് ടു precipitate to form scum. അപ്പോൾ റീസണും കറക്റ്റ് ആണ്. ഏത് വരും കറക്റ്റ് ആൻസർ ആയിട്ട്? അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ന് പറയുന്നത് എന്താണ്? അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. Both assertion and reason are true and the reason is the correct explanation of assertion. കിട്ടിയോ? റീസണും അസേർഷനും കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ചാടി കയറി ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യരുത് കേട്ടോ. കാരണം എന്താ? സെക്കൻഡ് കിടക്കുന്നത് എന്താ? അസേർഷനും റീസണും കറക്റ്റ് ആണ്, റീസൺ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഇവിടെ സോപ്പിന് പകരം ഡിറ്റർജൻസ് ആയിരുന്നെങ്കിൽ, ആണെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല. സോപ്പ് ആയത് കാരണമാണ് ലാദർ ഫോം ചെയ്യില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കിയേ എന്താണെന്ന്. You want to test for hardness of water, but hard water is not available in the laboratory. Which of the following compounds may be dissolved in pure water to make it hard? ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ ആൻസർ എഴുതാം. എന്താ നമ്മൾ പറഞ്ഞത്? കാൽഷ്യത്തിന്റെയും കാൽഷ്യം ഓർ മഗ്നീഷ്യം സോൾട്ട് ഇതുണ്ടെങ്കിൽ ആ വാട്ടർ എന്താവുന്ന പറഞ്ഞത്? ഹാർഡ് വാട്ടർ ആവുന്ന. ഒരു വാട്ടർ ഹാർഡ് വാട്ടർ ആവുന്നത് എപ്പോഴാണ്? കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സോൾട്ട് ആ വാട്ടറിലേക്ക് വരുമ്പോഴാണ് അത് ഹാർഡ് വാട്ടർ ആവുന്നത്. അതിനെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സോഫ്റ്റ് വാട്ടർ ആവും. അപ്പൊ ഈ സോഫ്റ്റ് വാട്ടറിലേക്ക്, പ്യുവർ വാട്ടറിലേക്ക് കാൽഷ്യത്തിനെയും മഗ്നീഷ്യം സോൾട്ടും ആഡ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ഹാർഡ് വാട്ടർ ആയിട്ട് മാറും. അപ്പോ ഏത് ഡിസോൾവ് ചെയ്യുമ്പോഴാണ് പ്യുവർ വാട്ടർ ഹാർഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ ആ മുൻപത്തെ ക്വസ്റ്റിന്റെ ആൻസർ തന്നെ ഏതാണ്? കാൽഷ്യം ഓർ മഗ്നീഷ്യം സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ വാട്ടർ എന്തായിട്ട് മാറും? ഹാർഡ് വാട്ടർ ആയിട്ട് മാറും. അതല്ലെങ്കിൽ ഹാർഡ് വാട്ടറിന്റെ ഡെഫിനിഷൻ നമ്മൾ ആലോചിച്ചാൽ മതി. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം ഓർ മഗ്നീഷ്യം സോൾട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. എന്താണ്? ഹൈഡ്രജൻ കാർബണേറ്റ് ഓഫ് സോഡിയം. ഫസ്റ്റ് ഓപ്ഷൻ അല്ല കേട്ടോ, ഓപ്ഷൻസ് ഇവിടെ വേറെ ഉണ്ട്. ഹൈഡ്രജൻ കാർബണേറ്റ് ഓഫ് സോഡിയം. സോഡിയം അല്ലേ, നമുക്ക് എന്താ വേണ്ടത്? കാൽഷ്യവും മഗ്നീഷ്യവും ആണ്. അപ്പൊ അത് പറ്റില്ല. സൾഫേറ്റ് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ്. മഗ്നീഷ്യത്തിന്റെ ഒരു സോൾട്ട് ആണ് മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പൊ അതുണ്ടെങ്കിൽ വാട്ടർ ഹാർഡ് ആവും. പിന്നെ എന്താണ്? ക്ലോറൈഡ് ഓഫ് കാൽഷ്യത്തിന്റെ ഒരു സോൾട്ട് ആണ് കാൽഷ്യം ക്ലോറൈഡ്. അതുണ്ടെങ്കിലും വാട്ടർ ഹാർഡ് ആവും. കാർബണേറ്റ് ഓഫ് സോഡിയം ആണ് കൊടുത്തിട്ടുള്ളത്. സോഡിയം പറ്റുമോ? ആരാ പറ്റുള്ളൂ? മഗ്നീഷ്യം കാൽഷ്യം ആണ് പറ്റുള്ളൂ. ഇവിടെ സോഡിയം ആണ്. അപ്പൊ ഇത് പറ്റില്ല. ഏതൊക്കെയാണ്? സൾഫേറ്റ് ഓഫ് മഗ്നീഷ്യം, ക്ലോറൈഡ് ഓഫ് കാൽഷ്യം. 2 and 3 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ വരും ആൻസർ ആയിട്ട്. ഓക്കെ, കിട്ടിയോ? സിമ്പിൾ അല്ലേ? ഹാർഡ് വാട്ടർ can be prepared by dissolving hydrogen carbonate, sulfate, chloride
ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഇൻ പ്യുവർ വാട്ടർ. കാൽഷ്യം മഗ്നീഷ്യം വേണം, അതിന്റെ കൂടെ അതിന്റെ സോൾട്ട് ആയിട്ട് ഏതൊക്കെ എടുക്കാം? കാൽഷ്യം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, ഇവരൊക്കെ എടുക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 70. Several factories were pouring their waste in river A and B. Water samples were collected from these two rivers. It was observed that sample collected from river A was acidic, while that of river B was basic. The factories located near A and B are. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ഫാക്ടറി നിയർ എ ആൻഡ് ആൽക്കഹോൾ ഡിസ്റ്റിലറി നിയർ ബി. സോപ്പ് ആൻഡ് ഇത് ഏത് നോക്കി നമ്മൾ ആൻസർ എഴുതേണ്ടത്? എ വാസ് അസിഡിക്. എ എന്ന് പറഞ്ഞ റിവറിൽ നിന്ന് എടുത്തത് അസിഡിക് നേച്ചറും ബി എന്ന് പറഞ്ഞ റിവറിൽ നിന്ന് എടുത്തതിന് ഏത് നേച്ചറും ആണുള്ളത്? ബേസിക് നേച്ചറും ആണുള്ളത്. അപ്പോ അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വരുന്നത് എയിലും ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വരുന്നത് എവിടെയാണ്? ബിയിലും ആണുള്ളത്. എയുടെ അടുത്ത് അവർ എലിമിനേറ്റ് ചെയ്യുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും, ബിയിലേക്ക് എലിമിനേറ്റ് ചെയ്യുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഇവിടെ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ഫാക്ടറീസ് നിയർ എ ആൻഡ് ആൽക്കഹോൾ ഡിസ്റ്റിലറി നിയർ ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോപ്പും ഡിറ്റർജൻസും ഒക്കെ എന്താണ്? അസിഡിക് നേച്ചർ എന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല, അത് ബേസിക് നേച്ചർ ആണ്. നെക്സ്റ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ഫാക്ടറീസ് നിയർ ബി അത് ബേസിക് ആണ്. ആൽക്കഹോൾ ഡിസ്റ്റിലറി നിയർ എ, ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അത് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സ്ലൈറ്റ്ലി ആണ്, അത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ഇനി lead storage battery manufacturing factories near A. lead storage battery അതിന്റെ അടുത്താണ് എ ഉള്ളത്. സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ഫാക്ടറി നിയർ ബി. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ വേസ്റ്റിൽ എന്തുണ്ടാവും? അസിഡിക് കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എയുടെ വേസ്റ്റില് അസിഡിക് വേസ്റ്റ് ആയിരിക്കും. സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർ ഏതാണ്? ബേസിക് ആണ്. അപ്പൊ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ഫാക്ടറീസ് നിയർ ബി അത് കറക്റ്റ് ആണ്, ബേസിക് ആണ്. എ അസിഡിക്കും ബി ബേസിക്കും ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ 3യിലാണ്. ഫോർത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി മാനുഫാക്ചറിങ് ഫാക്ടറീസ് നിയർ ബി. ബിയിൽ ബേസിക് ആണ് വരുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ എന്താ ഉള്ളത്? സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ആണ് ശരിക്കും ബേസ്, അത് എയിലാണ് കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. അപ്പൊ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? 3 ആണ്. ഈ ലാസ്റ്റ് സെന്റൻസ് മാത്രം നോക്കി ഇത് നോക്കിയിട്ടാണ് നമ്മുടെ ആൻസർ എഴുതേണ്ടത്. ബാക്കിയൊക്കെ അവർ വെറുതെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ ഓരോന്ന് തന്നിരിക്കുന്നതാണ്. എ വാസ് അസിഡിക്, ബി വാസ് ബേസിക്. അതിലപ്പോ അസിഡിക് വേസ്റ്റും ബേസിക് വേസ്റ്റും പോകുന്ന ഫാക്ടറീസ് എവിടെയാണെന്ന് നോക്കിയാൽ മതി. ആൻസർ കിട്ടിയല്ലോ. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 18, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ ക്വസ്റ്റ്യൻ എന്താന്ന്. The formula of 4 organic compounds are shown below. Choose the correct option. നാല് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഒരു ആൽക്കീൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ COOH, ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്. സി എന്ന് പറഞ്ഞ ഒരു ആൽക്കെയിൻ ആണ്. ഡി എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ ആണ്. ഇതൊരു ആൽക്കഹോൾ ആണ്, ഇതൊരു ആൽക്കീൻ ആണ്, ഇതൊരു ആൽക്കെയിൻ ആണ്. ബി കാർബോക്സിലിക് ആസിഡ് ആണ്. ഡി എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ ആണ്. ഇതില് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. എന്താണ്? എ ആൻഡ് ബി ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. എയും ബിയും അൺസാച്ചുറേറ്റഡ് ആണെന്ന്. എ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. എ അൺസാച്ചുറേറ്റഡ് ആണ്. ഓക്കെ. ബി എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണുള്ളത്. ബിയിൽ എന്താ? കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉള്ളത്. കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് വന്നാൽ അത് അൺസാച്ചുറേറ്റഡ് ആവുമോ? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടോ വേണം. രണ്ട് കാർബണിന് ബിറ്റ്വീൻ ആയിട്ട് മൾട്ടിപ്പിൾ ബോണ്ട്സ് വരുമ്പോഴാണ് അവരെന്താവുന്നത്? അൺസാച്ചുറേറ്റഡ് ആവുന്നത്. എ അൺസാച്ചുറേറ്റഡ് ആണ്, കറക്റ്റ് ആണ്. പക്ഷെ ബി അൺസാച്ചുറേറ്റഡ് അല്ല. ദെൻ നെക്സ്റ്റ് എന്താണ്? സി ആൻഡ് ഡി ആർ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ.
സി ആൻഡ് ഡി. സി എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻ ആണ്, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആൽക്കഹോൾ ആണ്. രണ്ടുപേർക്കും ബിറ്റ്വീൻ ആയിട്ട് ഏത് ബോണ്ടാ കൊടുത്തിരിക്കുന്നത്, സാച്ചുറേറ്റഡ് ആണ്. അവർ രണ്ടുപേരും എന്താണ്, സാച്ചുറേറ്റഡ് ആണ്. ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഇനി എന്താ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ചേഞ്ചസ് എ ടു സി. ഇതിലേക്ക് എയിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യും, ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, സി ആയിട്ട് മാറും. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ആൽക്കീൻ ആണ്. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ആൽക്കെയിൻ ആണ്. ആൽക്കീനെ ആൽക്കെയിൻ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹൈഡ്രോജനേഷൻ നടത്തിയാൽ മതി. ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ, പ്ലാറ്റിനം ഓർ പലേഡിയം കാറ്റലിസ്റ്റ്. അപ്പൊ എന്താ, 3 എന്ന് പറഞ്ഞത് എന്താണ്, കറക്റ്റ് ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ചേഞ്ചസ് ടു എ ടു സി. അഡീഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചേഞ്ച് ബി ടു ഡി. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, KMnO4. അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലേ, അപ്പൊ ഡീന് ബി ആക്കി മാറ്റാൻ നമുക്ക് KMnO4 ആഡ് ചെയ്യാം. ബീന് ഡി ആക്കി മാറ്റാനായിട്ട് KMnO4 ആഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഓപ്ഷൻ 4 റോങ് ആണ്. നമുക്ക് ഇവിടെ എത്രയാ വന്നിരിക്കുന്നത്, 2 എണ്ണം. സി ആൻഡ് ഡി ആർ സാച്ചുറേറ്റഡ്. സിയും ഡി നോക്കിയേ, അതും കറക്റ്റ് തന്നെയാണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്. 2 ഓപ്ഷനും ഇവിടെ കറക്റ്റ് ആണ് കേട്ടോ. എക്സ്പ്ലനേഷൻ ആൻസർ കൊടുത്തിരിക്കുന്ന അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ചേഞ്ച് എ ടു സി. അത് കറക്റ്റ് ആണ്. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്. സി ആൻഡ് ഡി ആർ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് സി ആൻഡ് ഡി. ഹൈഡ്രോ കാർബൺസ് എന്നും കൂടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ നമുക്ക് 3 തന്നെ മാർക്ക് ചെയ്യാം. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സിയും ഡിയും സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. ഡിയിൽ എന്തുണ്ട്, ഒരു ഓക്സിജനും കൂടെ വന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും ഉള്ള കോമ്പൗണ്ട്സിനെയല്ലേ നമ്മൾ മെയിൻ ആയിട്ട് വിളിക്കുന്നത്. മോർ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ സി നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഏതിലുള്ളത്, ലാസ്റ്റ് ചാപ്റ്ററിലുള്ളത്. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓർഗാനിക് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.